ഓനലി തങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കിയതിൽ ഖേദം പ്രകടിപ്പിച്ച റാഫി പുതിയകടവ് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തതെന്ന് റാഫി പുതിയകടവ് മീഡിയ വണ്ണിനോട്. ആ നിലയ്ക്കാണ് തങ്ങളുമായി ഫോണിൽ സംസാരിച്ചത്. ഫോണിൽ സംസാരിക്കവേ ഇങ്ങോട്ട് പ്രകോപനമുണ്ടായി. കേസിനെ നിയമപരമായി നേരിടുമെന്നും റാഫി പുതിയകടവ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. യൂത്ത് ലീഗ് നേതാവ് പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നേരിടുന്ന റാഫി പുതിയകടവ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ തങ്ങളെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ ദുബായിൽ നിന്നാണ് ഈ കോള് സംസാരിക്കുന്നത്. തങ്ങൾ ഞാനുമായിട്ട് സ്ഥിരം സംസാരിക്കുന്നതാണ്, മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പം തങ്ങളെ എന്താണ് വിഷയം, പാണക്കാട് കുടുംബത്തിന് പ്രയാസപ്പെടുന്ന രൂപത്തിലേക്കാണുള്ള കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞപ്പം അല്ല, ഇനി അങ്ങനെയാണ് പോക്ക്, അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്, അത് ഞാൻ അങ്ങനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. റാഫി ഇതിൽ ഇടപെടണം. ഞാൻ ഒരു തങ്ങളെന്ന് പറഞ്ഞാൽ മുമ്പ് ഞാനും തങ്ങളൊരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ ശേഷം നമ്മൾ നല്ല ബന്ധങ്ങളായിരിക്കും. എൻ്റെ ഒരു പരിപാടിയെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വന്ന് അതിനുശേഷം മെസ്സേജ് അയക്കലും കാര്യങ്ങൾ പറയലും സംസാരിക്കും. ഇപ്പം ഞാനും ഒരു 3 ദിവസം മുമ്പുണ്ടായ ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്ത് തങ്ങളായിട്ട് സംസാരിച്ച കാര്യമാണിത്. തങ്ങളോട് പറഞ്ഞ് ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ പാർട്ടിക്ക് ക്ഷീണം ചെയ്യില്ലെന്ന് വെച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഇനി ക്ഷീണം ഉണ്ടാക്കിയിട്ടേ കാര്യങ്ങളുള്ളൂ. സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നേതാക്കന്മാരെല്ലാം എന്നെ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി വേറെ ഇതൊന്നുമില്ല, ഞാൻ നേരിടാനുള്ള പരിപാടിയാണ്. ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞപ്പോൾ എന്നിട്ട് ഫോൺ കട്ടാക്കിയാണ്. അപ്പം വീണ്ടും ഞാൻ തങ്ങളെ വിളിച്ചു, തങ്ങൾ ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാനൊരു മെസ്സേജ് തങ്ങളെങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതങ്ങനെ ആ ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രകോപനപരമായിട്ടല്ല, തങ്ങളൊന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു വീൽ ചെയറിൽ പോകുന്നതോ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോൾ തങ്ങൾ പോകുന്ന രീതി കണ്ടപ്പോൾ നമ്മളും തങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമുള്ളൂ. മറ്റുള്ള ആളുകളേക്കാളും കൂടുതൽ ബന്ധം മൊയ്ൻ അലി തങ്ങളായിട്ടുമാണ്. അപ്പോൾ തങ്ങൾ ഇങ്ങനെ പോകുന്നൊരവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ പിന്നെ തങ്ങൾ പ്രകോപനപരമായി സംസാരിക്കുന്നത് എൻ്റെ പിന്നിലാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിന്നിൽ ആളുണ്ടാവുന്നുള്ള രൂപത്തിൽ ഞാൻ സംസാരിച്ചാണ്. അല്ല, തങ്ങളെ വധിക്കണമെന്നോ ഒന്നും ഉണ്ടായിട്ടുള്ള ഒന്നല്ല അത്. ഇപ്പം ഞങ്ങൾക്ക് പാണക്കാട് കുടുംബത്തിനെ മോശമാക്കുന്നൊരു അവസ്ഥ വന്നപ്പോൾ ചോദ്യം ചെയ്തതാണ്. വേറെ വെട്ടാനും കുത്താനും ഒന്നല്ല, അതൊരു നോർമലായിട്ട് പറഞ്ഞു പോയതാണ്. ഇതിലിപ്പം ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അതിൽ പറഞ്ഞു കൂടിപ്പോയി തോന്നുന്നു. ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് തങ്ങൾ സംസാരിച്ചപ്പോൾ തങ്ങളെ ഒരു പ്രകോപനത്തിലാണ് ഞാനും അങ്ങനെ പറഞ്ഞു പോയത്, അല്ലാതെ വേറെ ഒന്നല്ല ഇതിൽ. അപ്പം പോലീസ് കേസെടുത്തേക്കാണ്, അപ്പോൾ ഇതിന് നിയമപരമായി തന്നെ നേരിടുമോ? അല്ല, കേസെടുത്തതിൽ പിന്നെ എനിക്കിപ്പോൾ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ പോലീസുമായിട്ട് സംസാരിച്ചിട്ട് എന്താണ് കേസെടുത്തത് നോക്കിയിട്ട് അതിന് ഫലപ്രദമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ളതാണ്, അല്ലാതെ വേറെ നിലക്ക് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇതാണ് ഈ ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ മൊയ്ൻ അലി തങ്ങളുടെ പരാതിയിൽ പറയുന്ന റാഫി പുതിയകടവിന് പറയാനുള്ളത്. തങ്ങളുമായുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് സംസാരിച്ചതാണ്, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുമാണ് റാഫി പുതിയകടവിൻ്റെ പ്രതികരണം.